തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതര ആരോപണവുമായി സർക്കാർ ജീവനക്കാരുടെ സംഘടന. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് തെറ്റാണെന്നും 20,145 ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്നും ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ആരോപിച്ചു. എത്ര ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ജോലിയിൽ നിയോഗിച്ചു എന്ന കണക്ക് പോലും കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ലെന്നും സംഘടന ആരോപിച്ചു. 96% മുകളിൽ ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്തുവെന്നാണ് കമ്മീഷന്റെ വാദം. അതേസമയം പോളിംഗ് ഉപകരണം സ്വീകരിക്കുന്നതിന്റെ തലേ ദിവസം 40% ഉദ്യോഗസ്ഥർക്ക് മാത്രമേ വോട്ട് ചെയ്യാനായിരുന്നുള്ളൂ എന്നാണ് കമ്മീഷൻ പറഞ്ഞിരുന്നത്. ഇന്ന് നെക്സ്റ്റ് കാറ്റഗറി ഉള്ളത് നമ്മുടെ പോളിംഗ് സ്റ്റാഫാണ്. 1,46,000 ആൾക്കാരായിരുന്നു. 1.46 lakhs ആയിരുന്നു ടോട്ടൽ പോളിംഗ് പേഴ്സണൽ. അവരുടെ ഏകദേശം രാവിലെ വരെ 40% വോട്ടിംഗ് ഓൾറെഡി നടന്നിട്ടുണ്ട്. സോ ഇന്ന് നാളെയോട് കൂടി നമ്മൾ മൊത്തം 100% പോളിംഗ് സ്റ്റാഫിൻ്റെ വോട്ടിംഗ് കൂടി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണം ജില്ലാ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സിലെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. സംഘടനാ തലത്തിലുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു വിവര അന്വേഷണം നടത്തിയപ്പോൾ ചെയ്യാത്ത 20,145 പേരുണ്ട് എന്നുള്ള കണക്കാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം 8-ാം തീയതി രാത്രി ഇലക്ഷൻ ഡ്യൂട്ടി വന്ന ഉദ്യോഗസ്ഥർ അവർ ഇലക്ഷൻ ഡ്യൂട്ടി പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷിക്കാൻ അവർക്ക് ഒരു സൗകര്യവുമില്ല. അവരെങ്ങനെയാണ് വോട്ട് ചെയ്തത്? ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ എത്ര പേര്? ആ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരിൽ എത്ര പേര് പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷിച്ചു? അങ്ങനെ പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷിച്ചവരിൽ എത്ര പേര് വോട്ട് വിനിയോഗിച്ചു? ഇനി എത്ര പേരാണ് വോട്ട് വിനിയോഗിക്കാനുള്ളത് എന്നുള്ള ഒരു കണക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ എടുക്കാൻ കഴിയില്ല. പക്ഷേ 24 മണിക്കൂർ കൊണ്ട് ഉറപ്പായിട്ട് എടുക്കാൻ സാധിക്കും. 9-ാം തീയതി തന്നെ അത് പുറത്തുവിടാമായിരുന്നു. പക്ഷേ ഇതുവരെ ഇന്ന് 15-16 ഇതുവരെയും ഇലക്ഷൻ കമ്മീഷൻ അത് പുറത്തുവിട്ടിട്ടില്ല. വിവരങ്ങളുമായി VP സഫ്വാനാണ് ചേരുന്നത്. സഫ്വാൻ, അതീവ ഗുരുതരമായ ആരോപണമാണ് സർക്കാർ ജീവനക്കാരുടെ സംഘടനയായ FSCTO തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ തെറ്റാണ്. നിരവധി ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ ബാലറ്റ് വഴി വോട്ട് ചെയ്യാൻ അവസരം കിട്ടിയില്ല എന്നാണോ ചൂണ്ടിക്കാട്ടുന്നത്? അത് ദിവ്യ, കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് എന്ന് പറയുന്നത് 1,35,000 കൂടുതൽ ആളുകൾ പോളിംഗ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്തു എന്നുള്ളൊരു കണക്കാണ് കമ്മീഷൻ പുറത്തുവിടുന്നത്. അത് 96%-ലധികമാണെന്നുള്ളൊരു കാര്യം കൂടി കമ്മീഷൻ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ആ കണക്ക് തെറ്റാണെന്ന് പറയുകയാണ് സർക്കാർ ജീവനക്കാരുടെ സംഘടന. 20,000-ന് മുകളിൽ, കൃത്യമായി പറഞ്ഞാൽ 20,145 പേർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് സംഘടന ആരോപിക്കുന്നത്. അത്തരത്തിൽ തങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ശേഖരിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കണക്ക് അവർ വെക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ കണക്ക്, എത്ര പേർ വോട്ട് ചെയ്തു എന്നതിനനുസരിച്ചുള്ള കൃത്യമായ കണക്ക് ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. ആ സമയമാണ് ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സംഘടന അവരുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് ഇങ്ങനൊരു കണക്ക് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത്. നമ്മൾ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു ഈ പോളിംഗ് ദിവസം. അതിൽ എത്ര പേർക്ക് വോട്ട് ചെയ്യാനായി, എത്ര പേർ വോട്ട് ചെയ്തില്ല എന്നീ തരംതിരിച്ചുള്ള കണക്ക് ഇതുവരെയും കമ്മീഷന്റെ പക്കലില്ല. സത്യമാണ് ദിവ്യ, ഇങ്ങനെ ഒരു കണക്ക് കമ്മീഷൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. 7-ാം തീയതി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ നമ്മോട് പറഞ്ഞിരുന്നത് 1,45,000-ന് മുകളിൽ 46,000-ഓളം ഉദ്യോഗസ്ഥരുണ്ട്. അതിൽ അന്ന് 40% ആളുകൾ മാത്രമേ വോട്ട് ചെയ്തു എന്നുള്ളത്. ഈ 1,45,000 എന്ന് പറയുന്ന കണക്കും കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം കൃത്യമാണ് എന്ന് പറയാൻ കഴിയാത്ത ഒരു കണക്കാണ്. അതായത് എത്ര പോളിംഗ് ഉദ്യോഗസ്ഥർ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജോലി ചെയ്തു എന്നുള്ള കണക്ക് പോലും കമ്മീഷന്റെ ഭാഗത്തുമായിട്ട് കൃത്യമായിട്ടില്ല. ഇപ്പോൾ കമ്മീഷൻ പറയുന്ന 1,35,000-ൽ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തു, അത് 96% എന്ന് പറയുന്ന കണക്ക് പോലും ഒരു ഡിസ്ക്ലെയിമറോട് കൂടിയാണ് കമ്മീഷൻ പങ്കുവെക്കുന്നത്.